ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം മാസങ്ങളായി താളം തെറ്റുകയും ഒടുവിൽ കോടതിയിൽ കേസായും എത്തിയിരിക്കുകയാണ്. ഓണത്തിന് നൽകേണ്ടിയിരുന്ന ഓഗസ്റ്റ് മാസ പെൻഷനാണ് ഏറ്റവും ഒടുവിൽ ക്രിസ്മസിന് ഡിസംബർ മാസാവസാനം സംസ്ഥാനത്ത് വിതരണം ചെയ്തത്. പുതുവർഷം 2024 ജനുവരി എത്തിയപ്പോൾ 2023 വർഷത്തിലെ 4 മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശിക ആയി കിടക്കുന്നത്. ഫെബ്രുവരി തുടക്കത്തിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന് മുന്നോടിയായി തന്നെ കുടിശ്ശിക പെൻഷനുകളിൽ ഒരു ഭാഗം ജനുവരിയിൽ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യപടിയായി റിസർവ് ബാങ്കിന്റെ ഇക്യുബേർ പോർട്ടൽ വഴി 800 കോടി രൂപ ജനുവരി 9 കടമെടുക്കും. കഴിഞ്ഞ ഡിസംബർ 19 2000 കോടി രൂപയും 26 1100 കോടി രൂപയും സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു. ക്രിസ്മസ്, പുതുവത്സര ചിലവുകൾ, ക്ഷേമ പെൻഷൻ വിതരണം, വികസന പദ്ധതികളുടെ പൂർത്തീകരണം തുടങ്ങിയവ ലക്ഷ്യമിട്ടായിരുന്നു കടമെടുക്കൽ. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത കടങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കടപരിധിയിൽ നിന്നും താൽക്കാലികമായി ഒരു വർഷത്തേക്ക് നീട്ടുകയാണ് എന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു. ഇതുവഴി 3140 കോടി രൂപ അധികമായി കടമെടുക്കുവാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. 2023-24 സാമ്പത്തിക വർഷം അവസാനിക്കുവാൻ 3 മാസം മാത്രം ബാക്കി നിൽക്കെ അധികമായി ആകെ 7000 കോടി രൂപയോളം കടമെടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി സംസ്ഥാന സർക്കാരിന് തുറന്നു കിട്ടിയത്. എന്നാൽ ജനുവരി മുതൽ മാർച്ച് വരെ കേരളത്തിന് കടമെടുക്കുവാനുള്ള പരിധി 3838 കോടി രൂപ ആയിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രം വ്യക്തമാക്കിയത്. ഇതിൽ 2000 കോടി രൂപ മുൻകൂറായി കടമെടുത്തു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് 1838 കോടി രൂപയാണ്. ജനുവരി മുതൽ മാർച്ച് വരെ ചിലവഴിക്കുവാൻ മൊത്തം 30,000 കോടി രൂപയെങ്കിലും വേണമെന്നാണ് സംസ്ഥാന സർക്കാർ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഒരു മാസം ശരാശരി 15,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ ചിലവ്. വരുമാനമായി ലഭിക്കുന്നത് 12,000 കോടി രൂപ മാത്രമാണ്. ബാക്കി ചിലവുകൾക്കായി എല്ലാ മാസവും കടമെടുക്കുകയാണ് സർക്കാരിന്റെ പതിവ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കൂടുതൽ കടമെടുക്കുവാൻ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേരളത്തിന് മാത്രമായി പ്രത്യേക പരിഗണന നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇതിനിടെയാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വീണ്ടും കുറച്ചത്. ഫലത്തിൽ മാർച്ച് അവസാനം വരെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സംസ്ഥാന സർക്കാർ പ്രയാസപ്പെടും. ക്ഷേമ പെൻഷൻ വിതരണം, ശമ്പളം, പെൻഷൻ എന്നിവ നൽകുന്നതിന് വരും മാസങ്ങളിൽ സർക്കാരിന് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ജനുവരി മാസത്തിൽ അതിനാൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മാത്രമാണ് ഉണ്ടാവുക. ജനുവരി മാസം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപനം വന്നേക്കാം. അതിനാൽ കുടിശ്ശികയായ 4 മാസത്തെ പെൻഷൻ തീർത്ത് നൽകുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഓരോ മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ വീതമെങ്കിലും ജനുവരി മുതൽ എല്ലാ മാസവും നൽകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിലൂടെ പെൻഷൻ വിതരണ കമ്പനിക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കടമെടുപ്പിലെ കേന്ദ്ര നിയന്ത്രണവും ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള താൽക്കാലിക കടമെടുപ്പിൽ വന്ന പ്രതിസന്ധിയും പരിഗണിച്ച് ക്ഷേമ പെൻഷൻ വിതരണത്തിന് സഹകരണ ബാങ്കുകളിൽ നിന്ന് 2000 കോടി സമാഹരിക്കുവാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. ജനുവരിയിലും 1600 തന്നെയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. പെൻഷൻ വിതരണ തീയതികൾ ഉൾപ്പെടെയുള്ള കൂടുതൽ കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.